വരുമെന്നാണ് പറയുന്നത്. ഉറപ്പായിട്ടും മൂന്നാം വട്ടം വരും. പിന്നെ അധികാരത്തിൽ UDF വന്നു കഴിഞ്ഞാൽ അവരെ കൊണ്ട് ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ല. അവരാ പെൻഷൻ മുടക്കി, പിന്നെ ഇവർ തമ്മിൽ തല്ലായിരിക്കും. ആണല്ലേ? ഉറപ്പ് പറയാൻ വികസനങ്ങൾ മാത്രം നോക്കിയാൽ മതി. കടുത്തി മണ്ഡലത്തിൽ ഒരു വികസനം നടന്നിട്ടില്ല. ബാക്കിയുള്ള മണ്ഡലത്തിലേക്ക് ഞങ്ങളുടെ അടുത്തുള്ള സ്ഥലമാണ് ഏറ്റുമാനൂരൊന്ന് പോയി കാണണം. ബാക്കിയുള്ള ഏറ്റുമാനൂർ മണ്ഡലത്തിലേക്ക്, വാസവൻ്റെ ഒക്കെ മണ്ഡലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ റോഡുകൾ മാത്രം നോക്കിയാൽ മതിയല്ലോ. ഒരു ഗതാഗത കുരുക്കിലും ഒന്നുമില്ല. ഇവിടെ ഈ കഴിഞ്ഞ ആഴ്ച വരെയും ഗതാഗത കുരുക്കായിരുന്നു. ഒരു പാർട്ടിയിൽ അനുഭാവിയില്ല. ഉറപ്പായിട്ടും മൂന്നാം വട്ടം വരും. അപ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റ് അവർ പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം നടപ്പാക്കിയില്ലേ? ഇനി അത് നടപ്പാക്കാനുള്ള അധികാരത്തിൽ UDF വന്നു കഴിഞ്ഞാൽ അവരെ കൊണ്ട് ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ല. അവരാ പെൻഷൻ മുടക്കി, പിന്നെ ഇവർ തമ്മിൽ തല്ലായിരിക്കും. അധികാരത്തിന് വേണ്ടി അപ്പൊ അങ്ങനെയാണെങ്കിൽ അവർ UDF ഉള്ള ഒരാൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആരായി മുഖ്യമന്ത്രി? അത് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യമില്ല. ആരും വരും, വിദേശം വരികയല്ല, രമേശിലും വരുന്നും വരികയല്ല, മൂന്നാമതൊരാളായിട്ട് വരും. ചിലപ്പോൾ പ്രിയങ്ക തന്നെ വരാൻ സാധ്യതയുണ്ട്. അതല്ലേ ഇപ്പൊ രാഹുൽ ഗാന്ധി കഴിഞ്ഞപ്പോൾ ഒരു ചൂണ്ടയിട്ടില്ല, ഒരു വനിതാ മുഖ്യമന്ത്രി വേണമെന്ന് ചൂണ്ടയിട്ടേക്കണത് ആരെയാ? പ്രിയങ്ക ഗാന്ധിനെ ഇവിടെ മുഖ്യമന്ത്രി ആക്കാൻ വേണ്ടി. അത്രേ ഉള്ളൂ. പിന്നെ KC ജോസഫും കളിക്കുന്നുണ്ട്. അവർ തമ്മിൽ തല്ലേ ഉള്ളൂ. അവിടെ ഈ വടംവലി മാത്രമേ ഉള്ളൂ. അതായത് ഇവിടെ ഒരു കുഴപ്പം നടക്കുകയല്ലേ. പിണറായിനെ സംബന്ധിച്ച് പിണറായി പറഞ്ഞ കാര്യങ്ങളോട് നടക്കും. പിണറായി പറഞ്ഞ എങ്ങനെയായാലും പരിപാടി കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോകും. ഇത്രേ ഉള്ളൂ. അല്ലേ? മൂന്നാമത്തെ പിണറായി ഉറപ്പായിട്ടും 100%.